ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായി എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ചള്ളാസും അതിനോടൊപ്പം വഴുതനങ്ങ വെച്ചിട്ട് ഒരു കട്ട്ലേറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി ചള്ളാസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. 90s മിക്ക കല്യാണത്തിനും കട്ട്ലേറ്റിനോടൊപ്പം നമുക്ക് ഈ ചള്ളാസും കിട്ടുമായിരുന്നു. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള വളരെ തിന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ തിന്നായിട്ട് തന്നെ നമ്മൾ സവോള അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് നമുക്ക് നല്ല എരിവുള്ള 3 പച്ചമുളക് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. നമ്മൾ എത്രമാത്രം നന്നായിട്ട് തിരുമുന്നോ അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. സവോള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് തിരുമ്മി കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ വെള്ളം ഫുൾ മാറണം. അങ്ങനെ സവോള ഫുള്ള് നമ്മൾ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പോ പുളിയോ ആവശ്യമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചള്ളാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ ഒരു വെറൈറ്റി വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ഇതുപോലെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഞാൻ 3 എണ്ണം ഇതുപോലെ ഉടച്ച് എടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം ഇത് നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ പീസസ് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കണം. എങ്കിലേ വഴുതനങ്ങയിലുള്ള വെള്ളം കൂടി നന്നായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. ഇപ്പം വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച 2 സവോള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കറി ലീവ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോട് കൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം. എപ്പോഴും നമ്മൾ എടുക്കുന്ന വഴുതനങ്ങയുടെ അളവ് ഉരുളക്കിഴങ്ങിൻ്റെ അളവിനേക്കാൾ കൂടിയിരിക്കണം. എങ്കിലേ വഴുതനങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ട് വരികയുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി ഇതിലേക്കിട്ട് ഒന്ന് കുഴയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുഴച്ച് എടുക്കണം, പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ തരികളുണ്ടാകാൻ പാടില്ല. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിന് കൊടുക്കാവുന്നതാണ്. ഞാനിത് റൗണ്ടിലാണ് എടുക്കുന്നത്.
ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ കട്ട്ലേറ്റ് പീസ് മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി ഇതുപോലെ എടുക്കാം. അങ്ങനെ എല്ലാ പീസസും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കട്ട്ലേറ്റ് പീസസ് അതിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ടൊക്കെ കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ബാച്ചസ് ആയിട്ട് എല്ലാ കട്ട്ലേറ്റ് പീസസും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള വഴുതനങ്ങ കട്ട്ലേറ്റും ചല്ലാസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്